ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു പാചക വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പം ഏത്തയ്ക്കയാണ്, ഏത്തപ്പഴമാണ്. ഈ ഏത്തപ്പഴം ഇങ്ങനെ തൊലി കരിഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനുള്ള പുറപ്പാടാണെന്ന്. അപ്പം മറ്റൊന്നുമല്ല ഗൈസ്, നമുക്ക് കുറച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറുത്ത ഏത്തയ്ക്ക ഒരുപാടിരുന്നു. അപ്പം വിചാരിച്ച് പിള്ളേരിട്ട് കഴിക്കത്തുമില്ല. അപ്പം നമുക്കത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിത് എടുത്ത് ചെയ്യാൻ നേരത്ത് ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത്തയ്ക്കയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കണ്ടിക്കുക. അതിനുശേഷം ഇത് കടലപ്പൊടി, ഇത് കോൺഫ്ലവർ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏത്തപ്പഴം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മാവിനകത്ത് മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് മുരിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് അത് ബലമില്ലാണ്ടിരിക്കും, ഒരുമാതിരി ഇരിക്കും. അപ്പം നമ്മൾ ഈ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ചെറിയൊരു കട്ടി പോലെ തോന്നും. അതിൻ്റെ ആ ഒരു തൊലിയെ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കോൺഫ്ലവറിനകത്ത് മിക്സ് ചെയ്യുന്നത്. കോൺഫ്ലവർ ഒരുപാടൊന്നും ഉപയോഗിക്കേണ്ട, കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഏലക്കാപ്പൊടിയൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെയൊക്കെ ടേസ്റ്റ് വരും കേട്ടോ. കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. എനിക്കറിയത്തില്ല മറ്റുള്ളവർ ഉപയോഗിക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിക്കും. ഈ ഒരുപാട് അങ്ങ് വെള്ളം ആവരുത്, ലൂസായി പോവരുത്. നമ്മൾ കുറച്ചൊരു തിക്നെസ്സായിട്ട് വേണം മാവ് കുഴയ്ക്കാനായിട്ട്. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ വെളിച്ചെണ്ണയുടെ വിലയെ ഉയർത്തിപ്പാരും വെളിച്ചെണ്ണ അങ്ങനെ കൂടുതലൊന്നും ഉപയോഗിക്കാറില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഓരോന്നും മാവിൽ മുക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നും മാവിൽ മുക്കി എണ്ണയെ വറുത്തോരിയെടുക്കാം. കനം കുറച്ചരിഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ കുഞ്ഞ് പാനിനകത്താണെങ്കിൽ 2-3 എണ്ണം വെച്ചിട്ട് നമുക്ക് വറുത്തോരി എടുക്കാൻ പറ്റും. അങ്ങനെ അവർ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് തിളച്ച് മറിയുകയാണ് ഗൈസ്. നല്ലതുപോലെ നമുക്ക് തിരിച്ചും മറിച്ച് ഇട്ട് നല്ല രീതിയിൽ എടുക്കാം. അപ്പോൾ എൻ്റെ ഏത്തയ്ക്കാപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.